ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ സത്യത്തിൻ്റെ സാക്ഷ്യത്തെ ധ്യാനിക്കാം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തിരുഉദ്ധാനം ചെയ്ത ശേഷം അനേകർക്ക് പ്രത്യക്ഷ ദർശനം നൽകുന്നുണ്ട്. എന്നാൽ ഇന്നത്തെ സുവിശേഷത്തിൽ നാം കാണുന്നത് യേശുവിൻ്റെ കാലഘട്ടത്തിൽ സ്ത്രീകളുടെ സാക്ഷ്യത്തെ അവർ വിശ്വസിക്കുകയോ അംഗീകരിക്കുകയോ ചെയ്തിരുന്നില്ല. എന്നാൽ യേശു ലോകം വിശ്വാസബലം കാണാത്ത സ്ത്രീകളെ തന്നെ തൻ്റെ ഉദ്ധാനത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തുകയും അവരോട് തന്നെ സാക്ഷ്യപ്പെടുത്തുവാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. യേശു ഒരു വലിയ വിപ്ലവത്തിൻ്റെ മനോഭാവത്തോടു കൂടിയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തത്. യേശുവിൻ്റെ ജീവിതവും പഠനവും ഉദ്ധാനത്തിന് ശേഷമുള്ള തൻ്റെ ദൗത്യമൊക്കെയും വ്യത്യസ്തമായിരുന്നു. യേശു അനേകരെ സാക്ഷികളാക്കി മാറ്റി. എന്നാൽ അതിലേറ്റവും പ്രാധാന്യം നൽകപ്പെടേണ്ട സാക്ഷ്യം സ്ത്രീകളിലൂടെ നൽകപ്പെട്ട സാക്ഷ്യമാണ്. അവർ കാണുകയും അറിയുകയും ചെയ്ത ക്രിസ്തുവിനെ ശിഷ്യന്മാരോട്, സമൂഹത്തോട് വിളിച്ചു പറഞ്ഞു. അവരെല്ലാവരും യേശുവിൻ്റെ ഉദ്ധാനത്തിൻ്റെ മഹത്വം തിരിച്ചറിയുവാൻ കാരണമായി. ഇന്നത്തെ സുവിശേഷത്തിൻ്റെ മറ്റൊരു ഭാഗം യേശു ഉദ്ധാനം ചെയ്തിട്ടില്ല എന്ന അസത്യ സാക്ഷ്യമാണ്. നോക്കൂ, രണ്ട് സാക്ഷ്യങ്ങൾ തമ്മിലുള്ള അകലം വളരെ വലുതാണ്. സത്യത്തിൻ്റെ പൂർണ്ണതയിൽ സത്യത്തിന് സാക്ഷ്യം നൽകിക്കൊണ്ട് ക്രിസ്തു ഉദ്ധാനം ചെയ്ത് ലോകത്തിന് രക്ഷയുടെ മഹത്വം വെളിപ്പെടുത്തിയപ്പോൾ, മറുവശത്ത് ആ ദേശത്തിൻ്റെ അധിപന്മാർ കള്ളസത്യത്തിലൂടെ യേശുവിൻ്റെ ഉത്ഥാന രഹസ്യത്തെ മറച്ചു പിടിക്കുവാൻ പരിശ്രമിക്കുന്നു. ദേശാധിപതി അറിയാതിരിക്കാൻ നിങ്ങളെ ഞങ്ങൾ സംരക്ഷിച്ചു കൊള്ളാമെന്നും ഞങ്ങൾ പറയുന്നത് പോലെ പറഞ്ഞാൽ മതിയെന്നും അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് പടയാളികളെ പണം നൽകി ക്രിസ്തുവിൻ്റെ ശരീരം ശിഷ്യന്മാരെടുത്തുകൊണ്ട് പോയി എന്ന് പറഞ്ഞ് ഒരു വലിയ നുണപ്രചരണം നടത്തുന്നു. ഇന്നത്തെ സുവിശേഷം അവസാനിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ കൂടി പറയുന്നു: ഈ കഥ ഇന്നും യഹൂദർക്കിടയിൽ പ്രചാരത്തിലിരിക്കുന്നു. പലരും ഇത് സത്യമാണ് എന്ന് വിശ്വസിച്ചു പോകുന്നു. സത്യത്തെ നമുക്ക് അധിക കാലം മൂടിവെക്കാനോ മറച്ചു പിടിക്കാനാകില്ല. സൂര്യൻ്റെ പ്രകാശത്തെ കാർമേഘങ്ങൾക്ക് അല്പസമയം തടഞ്ഞു നിർത്താനായേക്കാം. പക്ഷേ നിമിഷ നേരങ്ങൾക്കകം അത് പ്രകാശം പൊട്ടിപ്പുറപ്പെട്ട് കാർമേഘത്തെ അകറ്റി നിർത്തും. ഇതുപോലെയാണ് ക്രിസ്തുവിൻ്റെയും. ഉദയസൂര്യനായ ക്രിസ്തു ഉദ്ധാനം ചെയ്തുകൊണ്ട് ലോകത്തിൻ്റെ പ്രകാശമായി സത്യത്തിൻ്റെ സാക്ഷിയായി മാറി. ആ സത്യമാണ് ഭൂമി ഉള്ളിടത്തോളം കാലം നിലനിൽക്കേണ്ടതും ആ സത്യത്തിലാണ് നാം ജീവിക്കേണ്ടതും. ക്രിസ്തു നൽകിയ ഏറ്റവും മഹത്തായ നന്മ എന്തെന്നോ, അവിടുന്ന് വാഗ്ദാനം ചെയ്തതുപോലെയും അവിടുന്ന് പഠിപ്പിച്ചതുപോലെയും അവിടുന്ന് ജീവിച്ചതുപോലെയും ഭൂമിയെ ജീവിക്കുവാൻ പ്രേരിപ്പിച്ചു. അവിടുന്ന് പറഞ്ഞതെല്ലാം സത്യമാണെന്ന് സ്വന്തം ജീവിതം കൊണ്ട് തെളിയിച്ചു. ഇതിനേക്കാൾ വലിയൊരു സാക്ഷ്യം ഇനി ആവശ്യമില്ല. നമ്മൾ ക്രിസ്തുവിൻ്റെ ഉദ്ധാനത്തിൻ്റെ ജനതയാണ്. നമ്മുടെ ഗീതം സ്വർഗീയ മഹത്വത്തിൻ്റെ ഗീതമാണ്. അത് ഹല്ലേലൂയയാണ്. അങ്ങനെയാണെങ്കിൽ നാമും നിത്യരക്ഷയെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുന്നവരെങ്കിൽ ഈ ലോകത്തിൽ പല അസത്യ ബലങ്ങളെയും നമ്മൾ അതിജീവിച്ചുകൊണ്ട് സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് യാത്ര ചെയ്യേണ്ടതുണ്ട്. ക്രിസ്തു സത്യമായി ഉദ്ധാനം ചെയ്തുവെന്നും ഉദ്ധിതനായ ക്രിസ്തുവിലാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ ബലമെന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് ഉദ്ധിതനെ നോക്കി സ്വർഗീയ യാത്ര ചെയ്യുവാൻ ആത്മീയ കൃപാവരത്തിനായി ഈ ദിനം നമുക്കും പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ.